അസ്സലാമുഅലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഇഫ്താർ സ്പെഷ്യലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മക്രോണി പോളയാണ്. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന ടൈമിൽ കഴിക്കാനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് മക്രോണി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം നന്നായിട്ടൊന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മക്രോണി വേവിച്ചെടുത്ത സമയത്ത് ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാമോളം ഉണ്ടാവും. മക്രോണി ഇതുപോലെയുള്ള ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഷേപ്പിലുള്ളതാണ് ഉള്ളത്, അപ്പോൾ ഈ ഒരു പാസ്ത ഏത് ഷേപ്പിലുള്ളത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ വെന്ത് വരും ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ വേവിച്ചെടുക്കുകയാണെങ്കിൽ പ്രഷർ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ എയറൊക്കെ പോയിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് പൊട്ടിച്ചെടുക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്കൊരു ഫില്ലിങ്സ് കൂടി ഉണ്ടാക്കണം, അതായത് സവാളയൊക്കെ വഴറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള സവാള ഇതുപോലെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ളതാണ്ട് ഒന്നെടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ വേവിച്ചതാണ്. ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫോ മട്ടനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം, എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഉള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തതാണ്, അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. പിന്നെ നിങ്ങൾ കുറച്ചുകൂടി ഹെൽത്തി ആക്കണമെന്നാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റും ക്യാബേജും ഒക്കെ ഈ ഒരു സമയത്ത് ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയില കൂടി ചേർത്ത് ഒന്നങ്ങ് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഗരം മസാലയും അതുപോലെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തത് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക, അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത പാസ്ത കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പുളിരസമൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ ഒരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 4 മുട്ട പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ച് അധികം തന്നെ ചേർക്കുക, കാരണം ഇതിൽ ഒരുപാട് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ്സോളം ഇതുപോലെ പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മക്രോണി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട നമുക്ക് എല്ലായിടത്തും നന്നായിട്ട് കോട്ടാകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഞാൻ കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സൈഡിലേക്കൊക്കെ ആക്കി കൊടുക്കുക. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയെടുക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതില്ലാത്തവർ പ്രഷർ കുക്കറിൽ വേണമെങ്കിലും ചെയ്യാം, അതിൻ്റെ വിസിൽ ഊരിയിട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളിതിൽ ഒഴിച്ച ശേഷം നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു മുട്ട കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും മുകളിലൊക്കെ കാണാനായിട്ട് ഇത് വെന്ത് വരുന്ന ടൈമിൽ. അപ്പോൾ ഒരു മുട്ടയിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും മുട്ട എത്താത്തതായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നങ്ങ് ഫില്ലായിക്കോളും. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം, ക്യാപ്സിക്കം ഒക്കെ വെച്ച് കൊടുക്കാം.
അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഒരു പഴയൊരു പാൻ വെച്ച് അതിൻ്റെ മുകളിലാണ് ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഹാർഡായിട്ട് മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. കത്തി നല്ല ക്ലിയർ ആണെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശം ഒന്നങ്ങ് കളറും ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനൊക്കെ പറ്റും. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മക്രോണി പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എണ്ണക്കടികളൊക്കെ കഴിച്ച് എല്ലാവർക്കും മടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇഫ്താറിന് ഇതുപോലെയൊക്കെ വളരെ സിമ്പിളായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോൻ്റെ താഴെ ഇതുപോലെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്നെഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിലുള്ള മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.